ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ലാലിച്ചനും അവതക്കുട്ടിയും നമ്മൾ സംസാരിക്കുക കേട്ടോ. അവതക്കുട്ടി പറയുന്നുണ്ട്, നീ കുറച്ചുകൂടി സ്നേഹത്തോടെ അവളോട് സംസാരിക്കണമെന്ന് പറയാണ്. അന്നേരം ആലിൻ പറയുന്നുണ്ട്, അപ്പോൾ അപ്പച്ചനി അവളെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇറക്കി വിടാൻ തന്നെയാണ് വന്നത്, പക്ഷേ കായതിന് കിടപ്പ് ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലേ, ഇനി ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് എന്താ ശരിയെന്ന് വിചാരിച്ചാൽ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ ഇപ്പോൾ പോകണ്ടേ, പുനലൂരിന് എന്തോ പണിയുണ്ട് എന്നല്ലേ പറഞ്ഞതെന്ന് പറയണം. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞോ, ഞാൻ ഓർക്കുന്നില്ലല്ലോ, എന്നാലും ഞാനതൊന്ന് ക്യാൻസൽ ചെയ്തു, ഇനി നാളെയും കൂടെ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, എനിക്കറിയാം അപ്പച്ചൻ നാളെയും പോവില്ല മറ്റന്നാളും പോകത്തില്ല എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ ബാക്കി ഇരുമ്പുണ്ട്, നമുക്ക് ഒന്ന് അടിച്ചാലോ എന്ന് പറയാണ്. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് കുറച്ചും കൂടി അലീനെ കുറച്ചുകൂടി സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, നീ കുറച്ച് കുടിയൊക്കെ കുറക്കണം, കുറച്ച് കൺട്രോൾ ചെയ്യണം, ആ കൊച്ചിന് അതൊന്നും ഇഷ്ടമല്ലടാ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അവളെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ വേറെ സ്റ്റാലിനായിട്ട് ജീവിക്കണം എന്ന് പറയാണ്. അന്നേരം അതുകുട്ടി പറയുന്നുണ്ട്, അവൾ അന്നാമ്മച്ചിയാണെങ്കിൽ അവൾ നിന്നെ കൺട്രോൾ ചെയ്തിരിക്കും, ആ വരയിൽ നീ അതിൻ്റെ അപ്പുറം കിടക്കത്തില്ല എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, നോക്കാലോ നമുക്കെന്ന് പറഞ്ഞിട്ട് അതുകുട്ടി അകത്തേക്ക് കയറി പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൊരു വീടാട്ടോ. വൈജയന്തി ആണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, ശബ്ദങ്ങളെല്ലാം അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. 3 പേരുടെയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അടുക്കളയിലെ ജോലികളെല്ലാം. ബബിതയും രോഹിതും കൃഷ്ണയും ഒക്കെ തമ്മിൽ ചോദിക്കുകയാണ്, ഈ കറി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഉപ്പുണ്ടോ ഒക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പപ്പടം വാട്ടുന്നതിനിടയിൽ രോഹിത് കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കുന്ന സമയത്ത് ബബിത അതങ്ങ് വായി തന്നെ ഉടച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓടിക്കുക കേട്ടോ രോഹിത് ബബിതയെ. ഈ സമയത്തെല്ലാം വൈജയന്തി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി ചോദിക്കുക, എന്തുവാടി ഇത്, നിങ്ങൾക്ക് നാണമൊന്നുമില്ലേ, ഇവിടെ എന്താ അടുക്കളയിൽ പണിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം, വേറെ വേലക്കാരിയൊന്നുമില്ല ഇവിടെ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നാണം ഉണ്ടോടാ നിങ്ങൾക്ക് എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, നാണം എന്തിനാ, നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, അതിനെന്താ ഇപ്പോൾ പ്രശ്നം എന്ന് പറയാണ്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, അലിന ചേച്ചിയുടെ കൂടെ കുറച്ച് പറ്റിപ്പിടിച്ച് നിന്നുകൊണ്ട് കുറച്ച് പാചകങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു അല്ലേ രോഹിത്തേട്ടാന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഒരു അലിന ചേച്ചി ആ ബാധ ഒഴിഞ്ഞു പോയല്ല, അതന്നെ ഭാഗ്യം എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി അകത്തേക്ക് കയറി പോകാട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, അലിന ചേച്ചിയുടെ പേര് പറഞ്ഞ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് രോഹിത്തിൻ്റെ മുഖത്തെല്ലാം പപ്പടത്തിൻ്റെ അംശം കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട് ബബിത. പിന്നെ കാണിക്കുന്നത് കുളത്തുപുഴയാട്ടോ. കുളത്തുപുഴയിൽ ഒരാൾ ബൈക്കിൽ വരുന്നുണ്ട്. ആ സമയത്ത് വീട്ടുമുറ്റത്ത് അവതക്കുട്ടിയും ആൻ്റപ്പനും ഉണ്ട് കേട്ടോ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ എത്ര നാളായിട്ട് ഇവിടുന്ന് പോയിട്ട് ഒന്ന് വിളിച്ച് പറയണ്ടേന്ന് പറയാണ്. അപ്പോഴേക്കും ആ വീട്ടിലെ മെയിൻ ഡ്രൈവറാട്ടോ അദ്ദേഹം. എന്നിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്, നീ വരാത്തത് ഇവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ ഡ്രൈവർ പറയുന്നുണ്ട്, ഇല്ല, വിളിച്ച് പറയാൻ പറ്റിയില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ, മോളെ സ്കൂളിൽ പോക്ക്, ഭാര്യയ്ക്ക് വയ്യ, അതൊക്കെ പറയാട്ടോ. എന്നിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്, നീ സ്റ്റാലിനെ കണ്ടിട്ട് പണിക്ക് കയറിയാൽ മതി എന്ന് പറയാട്ടോ. ഞാൻ കാണിക്കുന്നത് പൗലോസാണ് കേട്ടോ. പൗലോസ് അടുക്കളയിലാണെങ്കിൽ ജാഗ്രതയായിട്ട് പണി നടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡ്രൈവർ പൗലോച്ചായ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകാട്ടോ. എന്നിട്ട് പൗലോസ് ചോദിക്കുന്നുണ്ട്, എടാ നീ വന്നോ, എത്ര നാളായിടാ നീ പോയിട്ട് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ ഡ്രൈവറേട്ടൻ പറയുന്നുണ്ട്, പെട്ടുപോയല്ലോ പൗലോച്ചായ, ഫാമിലി, കുട്ടികൾ, ഭാര്യ, ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ്. എന്നിട്ട് പൗലോസ് ചോദിക്കുന്നത്, എന്തുവാടാ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, അതൊന്നും പറയാതിരിക്കുന്ന ഭേദമെന്ന് പറയാണ്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, നീ പോയതിന് ശേഷം ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നു എന്ന് പറയാണ്. അന്നേരം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താ നടന്നതെന്ന് പറയാണ്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, ഇവിടെ കേണൽ സാറിൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അന്നേരം ഡ്രൈവറേട്ടൻ ചോദിക്കുന്നുണ്ട്, അതേതാ പെൺകുട്ടി, ഫ്രോഡോ മറ്റോ ആണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് എന്ന് പറയണം. അന്നേരം ഡ്രൈവറായിട്ട് ചോദിക്കുന്നുണ്ട്, കുട്ടിച്ചായൻ എന്താ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ല എന്ന് പറയാണ്. ആ ഗസ്റ്റ് റൂമിൽ സുഖിച്ച് വാഴുന്നുണ്ട് അവൾ എന്ന് പറയാണ്. എന്നിട്ട് ഡ്രൈവറേട്ടൻ പറയുന്നുണ്ട്, കുട്ടിച്ചായനും പറഞ്ഞില്ല, ആൻ്റപ്പൻ ചേട്ടനും പറഞ്ഞില്ല ഇങ്ങനെ ഒരാളുണ്ട് എന്ന്. ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം, എനിക്കൊരു ചായയോ കോഫിയോ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാട്ടോ. ഞാൻ കാണിക്കുന്നത് കടപ്പാട്ടൊരു വീടാട്ടോ. കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് ബാലചന്ദ്രൻ പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് തിങ്കളാഴ്ച മുതൽ ബാങ്കിൽ പോയി തുടങ്ങണം എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പോയിക്കോ, അതിന് ഞാൻ എന്താ വേണ്ടതെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഒരു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കോ മര്യാദയോ, അതിൻ്റെ അർത്ഥം അഹങ്കാരമാണെങ്കിൽ അതിന് നിനക്ക് വേണ്ടുവോളം ഉണ്ടെന്ന് പറയാണ് ബാലേന്ദ്രൻ. വിനയം, സ്നേഹം ഇതൊക്കെ കൂടിയതാണ് മര്യാദയെങ്കിൽ നിനക്ക് ഈ ജന്മം ഇതൊക്കെ കിട്ടത്തില്ല എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് മര്യാദയുടെ ക്ലാസ് ഒന്നും എടുത്ത് തരണ്ട, ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ്
അല്ലാതെ നിങ്ങളെപ്പോലെ പഠിക്കേണ്ട സമയത്ത് നാട് നീടി തെണ്ടി നടന്നിട്ടൊന്നുമില്ല എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് 23 വർഷക്കാലം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണെന്ന് പറയാണ്. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്ത് മനസ്സിലായി എന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് വല്ലതൊന്നും പറയിപ്പിക്കണ്ട. വൈജയന്തി പറയുന്നുണ്ട് നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെന്താ എനിക്ക് താല്പര്യമില്ല, എനിക്ക് മടുത്തു എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ബാങ്കിൽ പോകാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണേ, എൻ്റെ കാറ് അവിടെ തീർന്നിട്ടില്ല എന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂറിസ്റ്റ് ബസ് റെഡിയാക്കാമെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് വെറുതെ കളിയാക്കല്ലേ എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് ആവില്ലെങ്കിൽ ആവില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആവില്ല, നിനക്ക് കുറേ ആങ്ങളമാരില്ലേ പ്രൊട്ടക്ട് ചെയ്യാൻ, അവരോട് പോയി പറ എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് എനിക്കൊരു പ്രീമിയം കാർ വാങ്ങണമെന്നുണ്ട്, പക്ഷേ മറ്റേ കാറിന് ലോൺ ഉണ്ടായതുകൊണ്ട് ഇതിന് ലോൺ കിട്ടത്തില്ല, ഒന്ന് ജാമ്യം നിന്നാൽ മതി എന്ന് പറയാണ്. പൈസ ഒക്കെ ഞാൻ തിരിച്ച് തന്നോളാം എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് കയറി പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എനിക്കിവിടെ അലിനെ പോലെ ഒരു വേലക്കാരിയെ വേണമെന്ന് പറയുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലിനെ പോലെ ഒരു വേലക്കാരിയെ നിനക്ക് കിട്ടത്തില്ല, നിനക്ക് ജാനുവോ ലീലയോ അതുപോലത്തെ ഒരു വേലക്കാരിയെ നിനക്ക് വേണമെങ്കിൽ നീ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിക്കോ, എൻ്റെ മക്കൾക്ക് വേണ്ട, എൻ്റെ മക്കൾക്ക് വേണ്ടത് മക്കൾ തന്നെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തേക്ക് പോകുക കേട്ടോ. വൈജയന്തി ആണെങ്കിൽ അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുക കേട്ടോ. പിന്നീട് ആൻ്റപ്പനും പൗലോസും പുതിയ ഡ്രൈവറും കൂടി സംസാരിക്കുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത്. അവർ മൂന്നാൾ അലിനെ കുറിച്ചാട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളാണ് ഇവിടുത്തെ മെയിൻ. അവൾ കുട്ടിച്ചായൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കുട്ടിച്ചായന് ഇപ്പോൾ ഭയങ്കര കാര്യമാണ് അവളെ എന്നൊക്കെ പറയാം കേട്ടോ. ആ പട്ടിയാണെങ്കിൽ അവളുടെ കൂടെ തന്നെ എന്ന് പറയാണ്. അന്നേരം ഡ്രൈവറേട്ടൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ വരെ അത് ഇതുവരെ പരിചയമായിട്ടില്ല, പിന്നെ എങ്ങനെ കൊച്ചിൻ്റെ കൂടെ ഇങ്ങനെ കമ്പനിയായി എന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ഡ്രൈവറേട്ടൻ നേരം പറയുന്നുണ്ട് എന്നാൽ അത് കേണൽ സാറിൻ്റെ മകൾ തന്നെ, ഒരു സംശയം വേണ്ടാന്ന് പറയാണ്. എന്നിട്ട് ഡ്രൈവറേട്ടൻ ചോദിക്കുന്നുണ്ട് അവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം എൻ്റെ ഒപ്പം പറയുന്നുണ്ട് ഇപ്പോൾ വരൂടെ, ചിലപ്പോൾ കേണൽ സാറിൻ്റെ കൂടെ ഇപ്പോൾ എസ്റ്റേറ്റിലേക്ക് പോകാൻ വരും എന്ന് പറയാണ്. ആ സമയത്ത് ഔതുക്കുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൗലോസ് ചോദിക്കുന്നുണ്ട് എന്താ ചായ അവളെ ഇവിടുന്ന് ഇറക്കി വിടാനല്ലേ ഈ ചായം വന്ന്, എന്നിട്ട് എന്താ പറ്റിയെന്ന് പറയണം. അന്നേരം ഔതുക്കുട്ടി പറയുന്നുണ്ട് അവൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, സ്വന്തം തന്തയുടെ സ്വന്തം മകൾ തന്നെയാണ് അവളെന്ന് പറയണം, ഒരു സംശയവും വേണ്ട എന്ന് പറയണം. അന്നേരം പൗലോസ് പറയുന്നുണ്ട് എന്നാൽ ശരി, എന്നാൽ നാണക്കേടല്ലേ ഇവിടെ ഒക്കെ നിർത്തുന്നത്, ആൾക്കാരൊക്കെ പറയില്ലേ സ്വന്തം ഭാര്യ മക്കളൊക്കെ ഇല്ലേ, അത് വേറെ എവിടെയെങ്കിലും നിർത്തിയാൽ പോരെ, ഹോസ്റ്റലിലോ മറ്റോ എന്ന് പറയണം. അന്നേരം ഔതുക്കുട്ടി പറയുന്നുണ്ട് അത് നിൻ്റെ മകളാണെങ്കിൽ ആലോചിച്ചാൽ മതി, ഇവിടെ തീരുമാനം പറയാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ഔതുക്കുട്ടി 3 പേരോടും കൂടി പറയാണ് മര്യാദക്ക് പെരുമാറിക്കൊള്ളണ അവളോട്, ഇല്ലെങ്കിൽ 3 പേരുടെയും പണി ഇവിടെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഔതുക്കുട്ടി അകത്തേക്ക് കയറി പോവാട്ടോ. പിന്നീട് ഔതുക്കുട്ടി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ എസ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആൻ്റപ്പനെ ഉറക്കെ വിളിക്കുക കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട് അലിനയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്നു പറയണം. എന്നിട്ട് അലിനെ വിളിച്ച് വരിക കേട്ടോ. എന്നിട്ട് അലിനോട് പറയുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് റെഡി ആയിക്ക്, നമുക്കൊന്ന് എസ്റ്റേറ്റിലേക്ക് പോകണം, എന്താ എവിടെയാണ് നോക്കിയുള്ളത് എല്ലാം നീ കണ്ടുവെക്കണം എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് അതൊക്കെ എന്തിനാ വല്യപ്പച്ച എന്ന് പറയാണ്. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് ഇതൊക്കെ നിനക്കും അനുഭവിക്കേണ്ടതല്ലേ എന്ന് പറയാണ്. അങ്ങനെ രണ്ടാളും റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാട്ടോ. അങ്ങനെ സ്റ്റാലിന് വണ്ടിയിൽ കയറുന്നുണ്ട്, ഡ്രൈവർ സീറ്റിലാട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് വലിയപ്പച്ചനോട് പറയുന്നുണ്ട് ആപ്പച്ചൻ ബാക്കിലിരുന്നോ എന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട് ഞാനും ബാക്കിലിരിക്കാമെന്ന് പറയണം. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട് വേണ്ട, മോക്കൽ കാഴ്ചകളെല്ലാം കാണേണ്ട, ഫ്രണ്ട് തന്നെ ഇരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, അനുസരണയില്ലേ എന്നൊക്കെ പറയാം കേട്ടോ.